ഹായ് ഫ്രണ്ട്സ്, BN വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരു വെറൈറ്റി ചൈനീസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് പറമ്പിൽ കൂടെ ഒക്കെ നടന്നപ്പോൾ കുറച്ച് പച്ചച്ചീര കിട്ടി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് പച്ചച്ചീര കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. നല്ല റെഡ് ചില്ലി വേണം, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് മല്ലിയില വേണം, പിന്നെ നമ്മുടെ പച്ചച്ചീരയും. ആദ്യം തന്നെ നമുക്ക് റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി, മല്ലിയില ഇതെല്ലാം തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുനാന്നരിഞ്ഞ് എടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തു വെക്കുക. ഇനി നമുക്ക് ഗ്യാസിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം. ഈ ചീര അതിൽ കിടന്ന് നന്നായിട്ട് വേവണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒരു കോരി വെച്ചിട്ട് അത് വെള്ളം ഈർപ്പം കളഞ്ഞതിന് ശേഷം അതിങ്ങനെ കോരി ഇങ്ങെടുക്കാം. ഇനി നമ്മൾ ഗ്യാസിലേക്ക് ഒരു പാൻ വെക്കുക. അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം റെഡ് ചില്ലി ഇട്ട് കൊടുക്കുക, ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് സോയാ സോസ്, അതായത് ഒരു 1.5 ടീസ്പൂൺ മതിയായിരിക്കും. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. അത് കുറച്ചൊരു തിക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർക്കുക. ചീര അതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, ഒരു നുള്ള് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അത് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് സേവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പറാണ്, നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.